ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട. എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. പരിശുദ്ധ റമളാൻ കാലത്തെ ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ തണ്ണിമത്തൻ പാടത്ത് നൂറുമേനി വിളയിച്ച് ഒരു കർഷകൻ. ഒറ്റപ്പാലം വാടാനംകുറിശി സ്വദേശിയായ പ്രസീദിന്റെ പാടശേഖരത്തിലാണ് തുടർച്ചയായി 3-ാം വർഷവും നൂറുമേനി വിളഞ്ഞത്. നിർമ്മാണ തൊഴിലാളിയായിരുന്നു 38-കാരനായ പ്രസീദ്. 3 വർഷം മുമ്പാണ് തൊഴിലുപേക്ഷിച്ച് മുഴുവൻ സമയവും കൃഷിക്കായി നീക്കിവെക്കാൻ ഈ യുവാവ് തീരുമാനമെടുത്തത്. കൃഷിയോടുള്ള താല്പര്യം കണ്ട് കുടുംബവും ഒപ്പം നിന്നു. ആദ്യം പച്ചക്കറി കൃഷിയിലേക്കാണ് ഇറങ്ങിയത്. നെല്ലും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമെല്ലാം മാറി മാറി പരീക്ഷിച്ച് ഒടുവിൽ തണ്ണിമത്തൻ കൃഷിയിറക്കി. ടൺ കണക്കിന് തണ്ണിമത്തനാണ് പ്രസീദിന്റെ കൃഷിയിടത്തിൽ നിന്നും ഇപ്പോൾ വിപണിയിലേക്ക് എത്തുന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന കൃഷി രീതിയാണ് പ്രസീദ് പരീക്ഷിച്ചത്. പക്കീസ, മുക്കാസ തുടങ്ങിയ 5 ഇനങ്ങളിലാണ് പ്രസീദ് കൃഷിയിറക്കിയത്. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കൃഷി ലാഭകരമാണെന്നാണ് ഈ യുവ കർഷകൻ പറയുന്നത്. വേനലും നോമ്പുകാലവും ലക്ഷ്യമിട്ടായിരുന്നു വിത്തിറക്കിയത്. മികച്ച കുട്ടി കർഷകയ്ക്കുള്ള പുരസ്കാരം പട്ടാമ്പി MLA മുഹമ്മദ് മൂസിനിൽ നിന്നും ഏറ്റുവാങ്ങിയ 6 വയസ്സുകാരി അവനികയും സർവ്വ പിന്തുണയും നൽകിക്കൊണ്ട് കുടുംബവും പ്രസീദിനൊപ്പമുണ്ട്. എൻ്റെ പേര് പ്രസീദ് എന്നാണ്. ഞാൻ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനംകുറിശി എന്ന പ്രദേശത്താണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം കൺസ്ട്രക്ഷൻ മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ ആയിട്ടുള്ള കൃഷിക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ മെയിനായിട്ട് ചൂട് കാലത്ത് തണ്ണിമത്തനാണ് കൂടുതലും ചെയ്യണത്. അതിൻ്റെ ഒപ്പം പച്ചക്കറി, പിന്നെ നെല്ല്. ഇതൊക്കെ നെല്ല് ചെയ്ത പാടാണ്. അപ്പോൾ ഈ നെല്ല് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ തണ്ണിമത്തൻ ചെയ്തു. ഇത് കഴിഞ്ഞാൽ ഇനി ഇതിൽ ഒരു വിളയും കൂടി പച്ചക്കറി കൃഷി ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും നെല്ല് ചെയ്യുക. പിന്നെ അപ്പുറത്ത് വാഴയും പച്ചക്കറിയും വേറെയുണ്ട്. പിന്നെ അതിപ്പോൾ പുതിയ രീതിയിലാണ് നമ്മൾ ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു പുതിയ കൃഷി രീതി ഞാൻ ഈ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഫോണിൽ കണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഇതിലേക്ക് എത്തിയത് ഇവിടെ ഈ പട്ടാമ്പി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടായിരുന്നു 3 ആൾ. അവരിപ്പോൾ ഒന്ന് ഓഫീസർമാരാണ്. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ട്. പിന്നെ എന്നെ അറിയണവരും ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ടൊക്കെ ഉണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.